യെസ് ഫ്രണ്ട്സ്, അപ്പോൾ നമ്മൾ ലാസ്റ്റ് ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തിരുന്നത് ടാക്സ് എന്താണെന്നും അതുപോലെ തന്നെ ടൈപ്പ് ഓഫ് ടാക്സസ് ഏതൊക്കെ ഉണ്ടെന്നും ദെൻ ടാക്സും ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ തമ്മിലുള്ള ചില റിലേഷൻഷിപ്പ് കാര്യങ്ങൾ നമ്മൾ പറഞ്ഞു. പിന്നെ അതിനുശേഷം നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് ഇൻകം ടാക്സിലോട്ട് പോവാണ്. ഓക്കെ, അപ്പോൾ ലാസ്റ്റ് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ്റെ ആർട്ടിക്കിൾ 246 7th ഷെഡ്യൂളിൽ എൻട്രി നമ്പർ 82 എന്തായിരുന്നു, ഇൻകം ടാക്സ് റിലേറ്റഡ് ആയിട്ടുള്ള നിയമങ്ങൾ ഉണ്ടാക്കാനുള്ള പവർ ആർക്കായിരുന്നു, സെൻട്രൽ ഗവൺമെൻറ് പാർലമെൻറ്റിനായിരുന്നു അല്ലേ. അപ്പോൾ അങ്ങനെ നമ്മളൊരു നിയമം ഉണ്ടാക്കിയിരുന്നു, ഇൻകം ടാക്സ് ആക്ട് 1961. ഓക്കെ, 1961 അല്ലേ. അപ്പോൾ ഫസ്റ്റ് നമ്മൾ ബേസിക്സിലോട്ട് പോകുമ്പോൾ നമ്മൾ ആദ്യം ഇൻകം ടാക്സ് പഠിക്കാന്ന് പറയുമ്പോൾ ഇൻകം ടാക്സ് ആക്ട് ആണ് നമുക്ക് ഡയറക്റ്റ് ടാക്സ് ലോസ് ആണ് അല്ലേ. അപ്പോൾ ഇൻകം ടാക്സ് ആക്ട് 1961. ഓക്കെ, അപ്പോൾ പഠിക്കാൻ പോകുന്നതാണ് ഇൻകം ടാക്സ് ആക്ട്. ഓക്കെ, ഇൻകം ടാക്സ് ആക്ട് 1961. ഓക്കെ, അപ്പോൾ ഈ 1961 ഉണ്ടാക്കിയ നിയമം അതേപോലെ തന്നെയാണ് ഇന്നുള്ളതെല്ലാം. കാരണം ഓരോ ഫിനാൻഷ്യൽ ഇയറിൽ നമ്മൾ എന്ത് ചെയ്യാറുണ്ട്, ബഡ്ജറ്റ് വരുമ്പോൾ ഫിനാൻസ് ആക്ടിലൂടെ നമ്മൾ എന്ത് ചെയ്യാറുണ്ട്, ഇൻകം ടാക്സ് അമെൻഡ് ചെയ്ത് വരാറുണ്ട്. ഒറിജിനൽ ഇൻകം ടാക്സ് ആക്ട് 1961 ഇറക്കിയ സമയത്ത് ഏകദേശം 298 സെക്ഷൻസ് ആണ്. ഓക്കെ, 298 സെക്ഷൻസ് ആണ് ആദ്യത്തെ സമയങ്ങളിൽ ഉണ്ടായിരുന്നത്. അതായത് നമ്പേഴ്സിൽ നോക്കുകയാണെങ്കിൽ ഇപ്പോഴും നമ്പർ നോക്കുകയാണെങ്കിൽ സെക്ഷൻ നമ്പർ 1 to 298 ആയിരിക്കും ഉണ്ടാവും. പക്ഷേ പിന്നീട് അമെൻമെൻറ്റുകളൊക്കെ വന്നിട്ട് അതിൻ്റെ ഇടയിൽ ഇപ്പോൾ ഫോർ എക്സാമ്പിൾ സെക്ഷൻ 115 തന്നെ സെക്ഷൻ 115B, BB, AC അങ്ങനെ ഒരുപാട് സെക്ഷൻ, ഇപ്പോൾ 80C, 80D, 80EE അങ്ങനെ സെക്ഷൻസ്, 194A, BC, 194D, ഓക്കെ, 194E അങ്ങനെ ഒരുപാട് സെക്ഷൻസ് അവിടെ വരുന്നുണ്ട്. അപ്പോൾ ബൈ സെക്ഷൻ നമ്പർ 1 മുതൽ 298 വരെയാണ് സെക്ഷൻ നമ്പർ വരുന്നത്. പക്ഷേ ഏകദേശം 460ഓളം അതിന് മുകളിലായിട്ട് സെക്ഷൻസ് ഉണ്ട്. നമ്പർ വൈസ് നമുക്ക് 1 മുതൽ 298 വരെയുള്ള സെക്ഷൻസ് ആണ് വരുന്നത്. ഓക്കെ, അപ്പോൾ ഇതിൻ്റെ അത് നമ്മൾ ആദ്യത്തെ സെക്ഷൻ നമ്പർ 1. ഓക്കെ, സെക്ഷൻ 1. അപ്പോൾ ഇൻകം ടാക്സ് ആക്ട് 1961 298 സെക്ഷൻ്റെ അകത്തെ ആദ്യത്തെ സെക്ഷൻ എന്താ പറയുന്നത് വെച്ച് കഴിഞ്ഞാൽ ഈ ആക്ട്, ഓക്കെ, ഈ ആക്ടിൻ്റെ പേരെന്താണ്, അത് എവിടെയൊക്കെയാണ് അപ്ലിക്കബിൾ ആയിട്ടുള്ളത്, ഓക്കെ, എന്നാണ് ആ ആക്ട് തുടങ്ങുന്നത് അല്ലേ. അപ്പോൾ പൊതുവെ എല്ലാ നിയമത്തിൻ്റെയും സെക്ഷൻ 1 എന്ന് പറയുന്നത് ഷോർട്ട് ടൈറ്റിൽ ചെറുതാക്കി എഴുതുന്നത് ഷോർട്ട് ടൈറ്റിൽ എക്സ്റ്റെൻഡ് അപ്ലിക്കബിലിറ്റി അല്ലെങ്കിൽ കമൻസ്മെൻറ്റ്. ഓക്കെ, അപ്പോൾ ഷോർട്ട് ടൈറ്റിൽ എക്സ്റ്റെൻഡ് അപ്ലിക്കബിലിറ്റി. ഓക്കെ, സോ ഇതാണ് പൊതുവെ GST നിയമം CGST ആക്ട് 2017 സെക്ഷൻ നമ്പർ 1 ആണെങ്കിൽ ഇതുപോലെ തന്നെ ഷോർട്ട് ടൈറ്റിൽ എക്സ്റ്റെൻഡ് കമൻസ്മെൻറ്റ് അല്ലെങ്കിൽ അപ്ലിക്കബിലിറ്റി ആണ് ഡിസ്കസ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ ഇൻകം ടാക്സ് ആക്ടിൻ്റെയും ഇത് നമുക്ക് എക്സാമിന് ഈ സെക്ഷൻ നമ്പറുകളോ അല്ലെങ്കിൽ അതുപോലെ തന്നെ സെക്ഷൻ്റെ പേരോ ഈ പ്രത്യേകിച്ച് ഇങ്ങനെയുള്ള സെക്ഷൻസ് ഒന്നും ആവശ്യമില്ല. പക്ഷെ ഞാൻ പറഞ്ഞു നമ്മളുടെ മുന്നോട്ടുള്ള നമ്മളുടെ ഡയറക്റ്റ് ടാക്സ് പഠിക്കുന്നതിൽ നിങ്ങളെ ഹെൽപ്പ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ സെക്ഷൻ നമ്പേഴ്സ് എന്ത് ചെയ്യുന്നത്, പഠിക്കാൻ ശ്രമിക്കുന്നത്. ഓക്കെ, അപ്പോൾ എൻ്റെ ഒരു ഉത്തരവാദിത്തം കൂടിയാണ് നിങ്ങൾക്ക് ആ സെക്ഷൻ നമ്പർ എന്ത് ചെയ്യണം, ഓർമ്മ നിൽക്കണം എന്നുള്ളൂ. അപ്പോൾ അതിനുവേണ്ടി നമ്മൾ പരമാവധി സെക്ഷൻസ് എന്ത് ചെയ്യാം, പഠിക്കാനായിട്ട് ശ്രമിക്കുക. അത് നിങ്ങളുടെ മെമ്മറി പവറും അതുപോലെ തന്നെ മൊത്തത്തിലുള്ള ആക്ടിൻ്റെ അണ്ടർസ്റ്റാൻഡിങ് ഹെൽപ്പ് ചെയ്യും. ഓക്കെ, അപ്പോൾ അത് ഓട്ടോമാറ്റിക്കലി വരും. നമ്മളത് ഓരോ ലോജിക്ക് വെച്ച് പഠിക്കുമ്പോൾ സെക്ഷൻ നമുക്ക് ഓർമ്മ വരും. ഓക്കെ, അപ്പോൾ നമുക്ക് നോക്കാതെ. അപ്പോൾ ആദ്യം സെക്ഷൻ നമ്പർ 1 ഷോർട്ട് ടൈറ്റിൽ എക്സ്റ്റെൻഡ് അപ്ലിക്കബിലിറ്റി. ഇത് ഷോർട്ട് ടൈറ്റിൽ എന്ന് വെച്ചാൽ ദിസ് ആക്ട് ഷാൾ ബി കോൾഡ് എന്നാണ്, ഇൻകം ടാക്സ് ആക്ട് എന്നാണ് ഇതിനെ വിളിക്കുന്നത്. ഇത് എക്സ്റ്റെൻഡ്. ഓക്കെ, അപ്പോൾ ദിസ് ആക്ട് അങ്ങനെയാണ് ഇത് വരാം. ഓക്കെ, ദിസ് ആക്ട് ഷാൾ ബി കോൾഡ്. ഓക്കെ, ഇനി എക്സ്റ്റെൻഡ് എവിടെയാണ്, ദിസ് എവിടെ വരെയുണ്ട്, വോൾ ഓഫ് ഇന്ത്യ അല്ല, ഇന്ത്യ മുഴുവനുണ്ട്. ഓക്കെ, അതുപോലെ തന്നെ അതിൻ്റെ അപ്ലിക്കബിലിറ്റി എന്നാണ് സ്റ്റാർട്ട് ചെയ്യുന്നത് 1 April 1962 ആണ്. ഓക്കെ, അപ്പോൾ 1961 ആണ് ഇൻകം ടാക്സ് ആക്ട് എങ്കിൽ അതിൻ്റെ അപ്ലിക്കബിലിറ്റി അത് സ്റ്റാർട്ട് ചെയ്യുന്നത് വിത്ത് എഫക്റ്റ് ഫ്രം 1 April 1962 ആണ്. ഇൻ്റർ ലെവലിലൊക്കെ MCQ ഒക്കെ ചോദിക്കുന്നൊരു ക്വസ്റ്റ്യൻ ആണ്. 1962 ഓക്കെ, 1962 1 April ആണ്. ബിക്കോസ് ഇൻകം ടാക്സ് ഈസ് ആനുവൽ ടാക്സ് ആണ്. ഓക്കെ, അപ്പോൾ ഒരു ഫിനാൻഷ്യൽ ഇയർ തൊട്ടാണ് അത് അപ്ലിക്കബിൾ ആവുന്നത്. അപ്പോൾ 1962 ഫിനാൻഷ്യൽ ഇയർ തൊട്ട് 1 April തൊട്ടാണ് അതിൻ്റെ അപ്ലിക്കേഷൻ അല്ലെങ്കിൽ എഫക്റ്റീവ് ഡേറ്റ് ആയിട്ട് വരുന്നത്. ഓക്കെ, ദെൻ സെക്ഷൻ നമ്പർ 1 കഴിഞ്ഞാൽ അടുത്ത് നമുക്ക് സെക്ഷൻ നമ്പർ 2. സെക്ഷൻ നമ്പർ 2 ഈ ഒരു ഇൻകം ടാക്സ് എന്നല്ല ഒരുവിധം എല്ലാ നിയമങ്ങളുടെയും സെക്ഷൻ 2 എന്ന് പറയുന്നത് ഡെഫിനിഷൻസ് ആയിരിക്കും. ഓക്കെ, ഡെഫിനിഷൻസ്
എന്താണ് ഡെഫിനേഷൻസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു ആക്ടിൻ്റെ അകത്ത് ഇൻകം ടാക്സ് ആക്ടിൻ്റെ അകത്ത് യൂസ് ചെയ്തിട്ടുള്ള കുറേ വേർഡ്സ്, ഓക്കെ, ചില ഫ്രേസസും ചില വേർഡ്സുകളൊക്കെ ഉണ്ട്. അപ്പോൾ അത് ചിലപ്പോൾ എല്ലാവർക്കും എന്ത് ചെയ്യണമെന്നില്ല, അതിൻ്റെ ആക്ട് ഉണ്ടാക്കിയ ആൾ ഉദ്ദേശിച്ച അതേ സെൻസിൽ തന്നെ മനസ്സിലാവണമെന്നില്ല. അപ്പോൾ അതുകൊണ്ട് അത് എന്താണ് ആ വേർഡ് കൊണ്ട് ഉദ്ദേശിച്ചത് മനസ്സിലാവാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്യും, ഇൻകം ടാക്സ് ആക്ടിൻ്റെ അകത്ത് യൂസ് ചെയ്തിട്ടുള്ള വേർഡുകളുടെ മീനിങ് എന്ത് ചെയ്യും, അത് എക്സ്പ്ലെയിൻ ചെയ്യുന്നു. ഓക്കെ, അപ്പോൾ ഈ ഡെഫിനേഷൻ എന്ന് പറഞ്ഞാൽ ചില വേർഡ്സ് ആണ് അല്ലേ, ചില വേർഡ്സ് ആൻഡ് ഫ്രേസസ് ഒക്കെയാണ്. ഓക്കെ, അത് ആക്ടിൻ്റെ അകത്ത് യൂസ് ചെയ്തിട്ടുള്ളത്. പക്ഷെ ആക്ടിൻ്റെ അകത്ത് യൂസ് ചെയ്തിട്ടുള്ള എല്ലാ വേർഡ്സിൻ്റെയും മീനിങ് പറയാന്ന് പറയുന്നത്, അല്ലെങ്കിൽ അത് മനസ്സിലാക്കി അതിൻ്റെ ഡെഫിനേഷൻ പറയാന്നുള്ളത് അത്ര എളുപ്പമല്ലല്ലേ. സോ ആക്ടിനെ ഭയങ്കര വലുതായി പോകും. അതുകൊണ്ട് തന്നെ നമുക്ക് ചില കാര്യങ്ങൾ ആക്ടിൻ്റെ അകത്ത് എന്താണ് ഡിഫൈൻഡ് ആണ്, ചില കാര്യങ്ങൾ ഡെഫിനേഷനിൽ ഇല്ല. ഓക്കെ, അപ്പോൾ ചില കാര്യങ്ങൾ എന്താണ് ഡിഫൈൻഡ് ഉണ്ട്, ചില കാര്യങ്ങൾ നോട്ട് ഡിഫൈൻഡ് ആണ്. ഓക്കെ, സോ ചിലത് ഡിഫൈൻ ചെയ്തിട്ടുണ്ട്, ചിലത് ഡിഫൈൻ ചെയ്തിട്ടില്ല. ഓക്കെ, അപ്പോൾ അത് നമുക്ക് ഡിഫൈൻ ചെയ്തതിൻ്റെ കേസ് നോക്കുകയാണെങ്കിൽ ചില ഡെഫിനിഷൻസ്, ഇനി നമ്മൾ സെക്ഷൻ നമ്പർ 2 ഡെഫിനിഷൻസ് ആണ്. ചില ഡെഫിനിഷൻസ് നോക്കുമ്പോൾ ഈ ഡെഫിനിഷൻസിൽ നമ്മൾ പറയുന്നതാണ് ഇപ്പോൾ ഇത് പേഴ്സൺ മീൻസ്, ഓക്കെ, അല്ല പേഴ്സൺ ഇൻക്ലൂഡ്സ്. ഓക്കെ, അപ്പോൾ ചില ഡെഫിനിഷൻസ് പറയുമ്പോൾ അതിൽ തുടക്കത്തിൽ പറയുന്നുണ്ടാവും മീൻസ്, ഓക്കെ, ചിലത് ഇൻക്ലൂഡ്സ്, ചിലത് മീൻസ് ആൻഡ് ഇൻക്ലൂഡ്സ്. ഓക്കെ, പിന്നെ നമ്മൾ ആക്ടിലോട്ടിന് മുന്നോട്ട് പോകുമ്പോൾ നമ്മൾ ഇൻകം ടാക്സ് നമ്മൾ വായിക്കുമ്പോൾ കാണാൻ പറ്റും പല സ്ഥലങ്ങളിൽ ഇന്നത് മീൻസ് എന്ന് പറഞ്ഞാൽ, ഓക്കെ, ചില വേർഡ് പറഞ്ഞിട്ട് ഇറ്റ് ഇൻക്ലൂഡ്സ് എന്ന് പറയാൻ പറ്റും. ഓക്കെ, ഇപ്പം ഇൻകം ഇൻക്ലൂഡ്സ്. ഓക്കെ, അതുപോലെ തന്നെ അസസി മീൻസ് ആൻഡ് ഇൻക്ലൂഡ്സ്. ഓക്കെ, അപ്പോൾ ഇതെന്താണ് ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്? ഇപ്പോൾ ഫോർ എക്സാമ്പിൾ എന്താണ് മീൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഓക്കെ, ഡെഫിനേഷൻ്റെ അകത്ത് മീൻസ്, അതുപോലെ എന്താണ് ഇൻക്ലൂഡ്സ് എന്ന് പറയുമ്പോൾ എന്താണ് ഉദ്ദേശിക്കുന്നത് വെച്ചാൽ, ഫോർ എക്സാമ്പിൾ നമുക്കിപ്പോൾ നമുക്ക് വേറൊരു എക്സാമ്പിൾ, ഇൻകം ടാക്സ് ആക്ട് അല്ലാത്തൊരു എക്സാമ്പിൾ എടുക്കുക. നമ്മളിപ്പോൾ ഒരു ക്രിക്കറ്റ്, ഓക്കെ, ക്രിക്കറ്റ് ഫീൽഡിൽ ക്രിക്കറ്റിലെ ഒരു എക്സാമ്പിൾ എടുക്കുകയാണെങ്കിൽ നമുക്കറിയാം, ഇപ്പോൾ സച്ചിൻ ടെണ്ടുൽക്കർ ഒരു ബെസ്റ്റ് ക്രിക്കറ്റ് പ്ലെയർ ആണ് അല്ലേ, എല്ലാവർക്കും അറിയാമല്ലോ, സച്ചിൻ എല്ലാവർക്കും അറിയായിരിക്കും. അപ്പോൾ നമ്മളിപ്പോൾ എന്ത് ചെയ്യാണ് സച്ചിനെ കുറിച്ച് പറയുമ്പോൾ, ഇപ്പോൾ ഞാൻ പറയാണ് ദ ബെസ്റ്റ് ക്രിക്കറ്റ് പ്ലെയർ ഈസ് സച്ചിൻ ടെണ്ടുൽക്കർ. ഓക്കെ, അല്ലെങ്കിൽ ബെസ്റ്റ് ക്രിക്കറ്റ് പ്ലെയർ മീൻസ് സച്ചിൻ ടെണ്ടുൽക്കർ. ഓക്കെ, അപ്പോൾ അതിൻ്റെ അർത്ഥം എന്താണ്? ഞാൻ പറയുന്നത് ബെസ്റ്റ് ക്രിക്കറ്റ് പ്ലെയർ അല്ലെങ്കിൽ ബെസ്റ്റ് ക്രിക്കറ്റർ മീൻസ് ആരാണ്? സച്ചിൻ ടെണ്ടുൽക്കർ എന്നാണ് അല്ലേ. അല്ലെങ്കിൽ ബെസ്റ്റ് ഫുട്ബോളർ മീൻസ് ക്രിസ്ത്യാനോ റൊണാൾഡോ. അപ്പോൾ അതിൻ്റെ അതൊരു എക്സോസ്റ്റീവ് ആണ് അല്ലേ. സോ മീൻസ് എന്ന് പറഞ്ഞാൽ ഒരു എക്സോസ്റ്റീവ് ആണ്, അതായത് അയാൾ മാത്രമാണ് എന്ത് ബെസ്റ്റ് ക്രിക്കറ്റർ അല്ലെങ്കിൽ ബെസ്റ്റ് ഫുട്ബോളർ. ഒരു എക്സാമ്പിൾ എടുക്കുകയാണ്. ഓക്കെ, യെസ്, നമ്മൾ ഒരു എക്സാമ്പിൾ, ഇത് ക്രിക്കറ്റിൻ്റെ മാത്രം എക്സാമ്പിൾ നോക്കാം. സോ ബെസ്റ്റ് ക്രിക്കറ്റർ മീൻസ് സച്ചിൻ ടെണ്ടുൽക്കർ. ദാറ്റ് മീൻസ് ഓൺലി സച്ചിൻ ടെണ്ടുൽക്കർ ആണ് എന്ത് പറഞ്ഞത് ബെസ്റ്റ് ക്രിക്കറ്റർ എന്ന് പറഞ്ഞത്, വേറെ ആരുമല്ല. എനിക്ക് അതാണ് മീൻസ്. അപ്പോൾ ഒരു ഡെഫിനിഷൻ മീൻസ് എന്നാണ് പറയുന്നതെങ്കിൽ ഇപ്പം എന്താണോ പറയുന്നത് ആ കാര്യം മാത്രമേ ഇതിൽ ഇൻക്ലൂഡ് ഉള്ളൂ, വേറെ ഒന്നും എന്തല്ല അതിൽ വരില്ല. ഓക്കെ, അതൊരു എക്സോസ്റ്റീവ് ഡെഫിനിഷനാണ്. നേരെ മറിച്ച് ബെസ്റ്റ് ക്രിക്കറ്റർ ഇൻക്ലൂഡ്സ് സച്ചിൻ ടെണ്ടുൽക്കർ എന്ന് പറഞ്ഞാലോ, ദാറ്റ് മീൻസ് കുറേ ആൾക്കാരുണ്ട്, ബെസ്റ്റ് ക്രിക്കറ്റേഴ്സ് കുറേ ആൾക്കാരുണ്ടല്ലേ. സച്ചിൻ ഉണ്ട്, സേവാഗ് ഉണ്ട്, ഇപ്പോഴത്തെ വിരാട് കോഹ്ലി, രോഹിത് ശർമ്മ അല്ലേ. സോ പണ്ടത്തെ ഗാംഗുലി, ദ്രാവിഡ്, റിക്കി പോണ്ടിങ്, ബ്രയാൻ ലാറ, അങ്ങനെ ഒരുപാട് പ്ലേയേഴ്സ് ഉണ്ട് അല്ലേ. അപ്പോൾ അതിൽ ബെസ്റ്റ് ക്രിക്കറ്റർ ഇൻക്ലൂഡ്സ് സച്ചിൻ ടെണ്ടുൽക്കർ എന്ന് പറയുമ്പോൾ ബെസ്റ്റ് ക്രിക്കറ്റേഴ്സ് ഒരുപാടുണ്ട്, അതിൻ്റെ അകത്ത് സച്ചിനും കൂടി എന്താണ് ഒരാളാണെന്നാണ് എന്തുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഇൻക്ലൂഡ്സ്. ഓക്കെ, അപ്പോൾ ആ ഡെഫിനേഷൻസ് എങ്ങനെയായിരിക്കും? ഇൻക്ലൂസീവ് ഡെഫിനേഷൻ ആയിരിക്കും. ഓക്കെ, ഇൻക്ലൂഡ്സ് മീൻസ് ഇൻക്ലൂസീവ് ഡെഫിനേഷൻ ആയിരിക്കും. ദാറ്റ് ഈസ് ഓൾസോ എന്നുള്ളൊരു മീനിങ്. ഓക്കെ, അടുത്തത് മീൻസ് ആൻഡ് ഇൻക്ലൂഡ്സ്. ഓക്കെ, മീൻസ് ആൻഡ് ഇൻക്ലൂഡ്സ്. അപ്പോൾ ഫോർ എക്സാമ്പിൾ നമ്മൾ ക്രിക്കറ്റിനെ നോക്കുകയാണ്, ബെസ്റ്റ് ക്രിക്കറ്റർ മീൻസ്, ഓക്കെ, നമ്മൾ പറയുകയാണ് ബെസ്റ്റ് ക്രിക്കറ്റർ മീൻസ് who won the വേൾഡ് കപ്പ്. ഓക്കെ, അപ്പോൾ ആരൊക്കെയാണോ വേൾഡ് കപ്പ് ജയിച്ചിട്ടുള്ളത് അവരാണ് ബെസ്റ്റ് ക്രിക്കറ്റർ എന്നാണ് നമ്മൾ പറയുന്നത്. ഓക്കെ, അപ്പോൾ അങ്ങനെയാണെങ്കിൽ ഇപ്പോൾ ഇന്ത്യയിൽ തന്നെ ഇപ്പോൾ രാഹുൽ ദ്രാവിഡോ അല്ലെങ്കിൽ സൗരവ് ഗാംഗുലിയൊക്കെ എന്ത് ചെയ്തിട്ടില്ല, വേൾഡ് കപ്പ് ജയിച്ച ടീമിലൊന്നും ഉണ്ടായിട്ടില്ല. പക്ഷെ അതിൻ്റെ അർത്ഥം അവർ ബെസ്റ്റ് ക്രിക്കറ്റർ അല്ലാന്ന്. ഇപ്പോൾ സൗരവ് ഗാംഗുലി ഒരു ബെസ്റ്റ് ക്രിക്കറ്ററാണ്, പക്ഷെ നമ്മൾ പറയാണ് ബെസ്റ്റ് ക്രിക്കറ്റർ മീൻസ്, ഓക്കെ, ബെസ്റ്റ് ക്രിക്കറ്റർ മീൻസ് who won the വേൾഡ് കപ്പ്. വേൾഡ് കപ്പ് ജയിച്ചവരാണ് ഇത് ബെസ്റ്റ് ക്രിക്കറ്റർ. അപ്പോൾ ഗാംഗുലി അതിൻ്റെ അകത്ത് എന്ത് ചെയ്യുന്നില്ല, വരുന്നില്ല. ഓക്കെ, സോ ഗാംഗുലി വരുന്നില്ല. അപ്പോൾ നമുക്ക് ഗാംഗുലി ഇങ്ങനെ എന്ത് ചെയ്യണം, സ്പെസിഫിക്കലി നമുക്ക് എന്ത് ചെയ്യണം, ഇൻക്ലൂഡ് ചെയ്യണമെങ്കിൽ ദെൻ ഡെഫിനേഷൻ എങ്ങനെയാക്കും നമ്മൾ? ബെസ്റ്റ് ക്രിക്കറ്റർ മീൻസ് who won the വേൾഡ് കപ്പ് ഓൾസോ ഇൻക്ലൂഡ്സ് അല്ലെങ്കിൽ ആൻഡ് ഇൻക്ലൂഡ്സ്. ഓക്കെ, അപ്പോൾ ആ ഒരാളും കൂടെ സെപ്പറേറ്റ്ലി അതിൻ്റെ അകത്ത് ഇൻക്ലൂഡ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഡെഫിനേഷൻസ് നമ്മൾ എങ്ങനെ കൊണ്ടുവരുന്നത്, ഈ മീൻസ് ആൻഡ് ഇൻക്ലൂഡ്സ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ നമ്മൾ ഈ എക്സാമ്പിൾ ഇങ്ങനെ ഡെഫിനേഷൻസ് നമ്മൾ ആക്ടിൻ്റെ അകത്ത് ഡെഫിനേഷൻസ് പ്രധാനമായിട്ട് 3 രീതിയിൽ കാണാൻ പറ്റും. എങ്ങനെ ഒരു
ഒരു വേർഡ് മീൻസ് എന്ന് കാണാൻ പറ്റും, അല്ലെങ്കിൽ ആ വേർഡ് ഇൻക്ലൂഡ്സ് കാണാൻ പറ്റും, അല്ലെങ്കിൽ മീൻസ് ആൻഡ് ഇൻക്ലൂഡ്സ്. അത് മനസ്സിലാക്കി നമുക്ക് ക്രിക്കറ്റിൻ്റെ എക്സാമ്പിൾ തന്നെ എടുക്കാം. സോ ബെസ്റ്റ് ക്രിക്കറ്റർ മീൻസ് സച്ചിൻ ടെണ്ടുൽക്കർ എന്ന് വെച്ചാൽ ഓൺലി സച്ചിൻ ടെണ്ടുൽക്കർ ആണെന്ന് ബെസ്റ്റ് ക്രിക്കറ്റർ, വേറെ ആരുമില്ല. ഓക്കെ, ദാറ്റ് ഈസ് ഒരു എക്സോസ്റ്റീവ് ഡെഫിനിഷൻ. ആൻഡ് ബെസ്റ്റ് ക്രിക്കറ്റർ ഇൻക്ലൂഡ്സ് സച്ചിൻ ടെണ്ടുൽക്കർ എന്ന് പറയുമ്പോൾ ദാറ്റ് മീൻസ് വേറെ കുറേ ആൾക്കാർ ബെസ്റ്റ് ക്രിക്കറ്റർ ആണ്, സച്ചിനും കൂടി എന്നാണ് ബെസ്റ്റ് ക്രിക്കറ്ററിൽ ഉൾപ്പെടുന്നു എന്നുള്ളതാണ് ഇൻക്ലൂഡ്സ്, ഒരു ഇൻക്ലൂസീവ് ഡെഫിനേഷനാണ്. ആൻഡ് മീൻസ് ആൻഡ് ഇൻക്ലൂഡ്സ് എന്ന് പറയുമ്പോൾ നേരത്തെ പറഞ്ഞ പോലെ ബെസ്റ്റ് ക്രിക്കറ്റർ മീൻസ് ഹു വൺ ദ വേൾഡ് കപ്പ്, പക്ഷേ ചില ആൾക്കാരെ തന്നെ വേൾഡ് കപ്പ് ജയിക്കാത്തവരെങ്കിൽ അതിൽ ഉൾപ്പെടുത്തണമെങ്കിൽ ആൻഡ് ഇൻക്ലൂഡ്സ് സൗരവ് ഗാംഗുലി എന്നൊക്കെ നമ്മൾ പറയുമ്പോൾ അതിന് മീൻസ് ആൻഡ് ഇൻക്ലൂഡ്സ്. അതിപ്പോൾ പൊളിറ്റീഷ്യൻസിൽ നമുക്ക് പറയാം. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഇപ്പോൾ ബെസ്റ്റ് പൊളിറ്റീഷ്യന്മാർ എന്നൊക്കെ പറയുമ്പോൾ ഇന്ത്യയുടെ പ്രൈം മിനിസ്റ്റർ ആരാണോ ആയിട്ടുള്ള അവരാണെന്ന് പറയുന്നത് ബെസ്റ്റ് പൊളിറ്റീഷ്യൻ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ബെസ്റ്റ് പൊളിറ്റീഷ്യൻ മീൻസ് എന്താ പറയുക, ഹു ഈസ് ദ പ്രൈം മിനിസ്റ്റർ ഓഫ് ഇന്ത്യ, അല്ലെങ്കിൽ ഹു ഹാസ് ഓക്യുപ്പൈഡ് ദ പ്രൈം മിനിസ്റ്റർ ആയിട്ടുള്ളവരാണ് എന്ന് പറയുന്നത് ബെസ്റ്റ് പൊളിറ്റീഷ്യൻസ് പറഞ്ഞത് അല്ലേ. പക്ഷെ ഇപ്പോൾ നമ്മൾ ഇപ്പോൾ രാഹുൽ ഗാന്ധി ഒരു ബെസ്റ്റ് പൊളിറ്റീഷ്യൻ ആണെന്ന് വിചാരിക്കുക. പക്ഷെ രാഹുൽ ഗാന്ധി ഇന്ത്യയുടെ എന്തായിട്ടില്ല, പ്രൈം മിനിസ്റ്റർ ആയിട്ടില്ല. അപ്പോൾ നമുക്ക് രാഹുൽ ഗാന്ധിനെയും ഉൾപ്പെടുത്തണമെങ്കിൽ നമ്മളവിടെ ഡെഫിനേഷൻ എന്താവും, മീൻസ് ആൻഡ് ഇൻക്ലൂഡ്സിൻ്റെ അകത്ത് വരും. ഓക്കെ, അപ്പോൾ ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഡെഫിനേഷൻസ് നമ്മൾ ഇനി ഒരുപാട് കാണാൻ പോകുന്നതാണ്. അപ്പോൾ അതിൽ ചില ഡെഫിനേഷൻസ് മീൻസ് തന്നെ എക്സോസ്റ്റീവ് ആണ്, അത് മാത്രമേ ഉള്ളൂ. ഇൻക്ലൂഡ്സ് വെച്ചാൽ ഇൻക്ലൂസീവ് ഡെഫിനേഷൻ, ആൻഡ് മീൻസ് ആൻഡ് ഇൻക്ലൂഡ്സ് എന്ന് പറയുമ്പോൾ എക്സോസ്റ്റീവ് ആൻഡ് ഇൻക്ലൂസീവ്. ദാറ്റ് ഈസ് അവിടെ എക്സോസ്റ്റീവ് ആണ്, പക്ഷെ ചില സ്പെസിഫിക്കലി ചില ആൾക്കാരെ ഉൾപ്പെടുത്തുന്നത് അപ്പോൾ ഇൻക്ലൂസീവ്. ഓക്കെ, ഇനിയും ചില കാര്യം അപ്പോൾ ആക്ടിനകത്ത് ഡിഫൈൻ ചെയ്തത് ഇങ്ങനെയായിരിക്കും. ഇനി എല്ലാ വേർഡ്സ് എന്ത് ചെയ്യുന്നില്ല, ഡിഫൈൻ ചെയ്യണമെന്നില്ല. ചില കാര്യങ്ങൾ നോട്ട് ഡിഫൈൻഡ് ആയിരിക്കും. ഓക്കെ, അപ്പോൾ ചില വേർഡ്സിൻ്റെ മീനിങ് ഫോർ എക്സാമ്പിൾ ഇപ്പോൾ നമ്മൾ പറയുകയാണെങ്കിൽ കൺസിഡറേഷൻ എന്നുള്ള വേർഡ്. ഓക്കെ, കൺസിഡറേഷൻ എന്നുള്ള വേർഡ് ആക്ടിൻ്റെ അകത്ത് ഡിഫൈൻ ചെയ്തിട്ടില്ലെങ്കിൽ അപ്പോൾ നമുക്ക് അതിൻ്റെ മീനിങ് എങ്ങനെ മനസ്സിലാവും? ജനറലി നമുക്ക് ആക്ടിൻ്റെ അകത്ത് ഡിഫൈൻ ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ നമുക്കറിയാം വേറെ ആക്ടുകളുണ്ട് അല്ലേ, അതർ ആക്ട്. അതിൽ നോക്കാമല്ലോ നമുക്ക്. ഫോർ എക്സാമ്പിൾ നമുക്കിപ്പോൾ കോൺട്രാക്ട് ആക്ട് ഉണ്ട് അല്ലേ, ഇപ്പോൾ സെയിൽസ് അങ്ങനെയുള്ള കാര്യങ്ങൾക്ക് നമുക്ക് സെയിൽ ഓഫ് ഗുഡ്സ് ആക്ട് ഉണ്ട്, ദെൻ പാർട്ണർഷിപ്പ് ആക്ട് ഉണ്ട്, ദെൻ ജനറൽ ക്ലോസസ് ആക്ട് ഉണ്ട്. അപ്പോൾ ഈ ഇൻകം ടാക്സ് നിയമത്തിൽ ഡിഫൈൻ ചെയ്യാത്ത ഒരു വേർഡ് നമുക്കത് ഫോർ എക്സാമ്പിൾ ഇപ്പോൾ HUF എന്ന് പറയാം, ഹിന്ദു അൺഡിവൈഡഡ് ഫാമിലി. ഓക്കെ, അത് ഡിഫൈൻ ചെയ്തിട്ടില്ല. ഇൻകം ടാക്സ് ആക്ട് എന്ത് തരില്ല, ഡിഫൈൻ ചെയ്തിട്ടില്ല. ഓക്കെ, അപ്പോൾ ഇൻകം ടാക്സ് ആക്ട് ഡിഫൈൻ ചെയ്യാത്ത കാര്യങ്ങളെ നമുക്ക് എന്ത് ചെയ്യണം, ഈ അതർ ആക്ട് വഴി എന്ത് ചെയ്യാൻ നോക്കാം. അപ്പോൾ ഡെഫിനിഷൻസ് ഇമ്പോർട്ടൻ്റ് ആണ്. ഈവൻ നമ്മളിപ്പോൾ ടാക്സ് ഓഡിറ്റ് നോക്കുകയാണെങ്കിൽ ഓൺലി ചാർട്ടേഡ് അക്കൗണ്ടൻസിന് മാത്രമേ ഇൻകം ടാക്സ് ആക്ടിൻ്റെ സെക്ഷൻ നമ്പർ 44AB ടാക്സ് ഓഡിറ്റ് ചെയ്യാൻ പറ്റുള്ളൂ. ബിക്കോസ് ഇൻകം ടാക്സ് ആക്ടിൻ്റെ ഡെഫിനിഷനിൽ അക്കൗണ്ടൻറ്റ് എന്ന് പറയുമ്പോൾ അക്കൗണ്ടൻറ്റ് മീൻസ് അക്കൗണ്ടൻ്റെ ഡെഫിനിഷൻ പറയുമ്പോൾ അതിനകത്ത് ഓൺലി ആര് മാത്രമേ ഉള്ളൂ, ചാർട്ടേഡ് അക്കൗണ്ട് മാത്രമേ ഉള്ളൂ. അപ്പോൾ ആ ഡെഫിനിഷൻ ഇമ്പോർട്ടൻ്റ് ആയതുകൊണ്ട് ചാർട്ടേഡ് അക്കൗണ്ടൻസിന് മാത്രമേ എന്ത് ചെയ്യാൻ പറ്റുന്നുള്ളൂ, ടാക്സ് ഓഡിറ്റ് ചെയ്യാനായിട്ട് പറ്റുന്നുള്ളൂ. പുതിയ ഡയറക്റ്റ് ടാക്സ് കോഡ് കാര്യങ്ങളൊക്കെ വരുമ്പോൾ എന്ത് ചെയ്യും, ചാർട്ടേഡ് അക്കൗണ്ട് കൂടാതെ CMA CS ടാക്സ് ഓഡിറ്റ് ചെയ്യാൻ പറ്റുന്നുള്ളത് പറയുന്നുണ്ട്. ഉറപ്പായിട്ടൊന്നുമില്ല, പക്ഷെ എന്നാലും അവിടെ ഡെഫിനിഷൻസ് മാറുമായിരിക്കും അക്കൗണ്ട് എന്നുള്ളതിൻ്റെ. അപ്പോഴാണ് നമുക്ക് എന്ത് ചെയ്യുന്നത്, ഈ CA CMA CS ഓഡിറ്റ് ചെയ്യാൻ പറ്റുന്നത്. അപ്പോൾ കറൻ്റ്ലി ഡെഫിനിഷൻ്റെ അകത്ത് എന്ത് ചെയ്യുന്നുള്ളൂ, ഓൺലി ചാർട്ടേഡ് അക്കൗണ്ടൻസ് മാത്രമേ അക്കൗണ്ടൻറ്റിൻ്റെ ഡെഫിനിഷൻ്റെ അകത്ത് എന്ത് ചെയ്യുന്നുള്ളൂ, ഉൾപ്പെടുന്നുള്ളൂ. ഓക്കെ, യെസ്, തിരിച്ചു വരാം. അപ്പോൾ ചില വേർഡ്സ് ഡിഫൈൻ ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ പിന്നെ നമ്മൾ എന്തിനാ അതർ ആക്ട് ലൈക്ക് സെയിൽ ഓഫ് ഗുഡ്സ് ആക്ട്, കോൺട്രാക്ട് ആക്ട്, ജനറൽ ക്ലോസസ് ആക്ട് ഇങ്ങനെയുള്ള കാര്യങ്ങൾ നോക്കാം. ഇനി അതിൻ്റെ അകത്തും അതർ ആക്ടിൻ്റെ അകത്തും ചില വേർഡ്സിൻ്റെ മീനിങ് കിട്ടുന്നില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് പിന്നെ എന്ത് ചെയ്യാം, നമ്മൾ കോമൺ സെൻസ് എന്ന് പറയും. ഓക്കെ, സോ കോമൺ സെൻസ്, അപ്പോൾ ഒരു വേർഡിന് ഒരു കോമൺ സെൻസ് മീനിങ് ഉണ്ടല്ലോ. അപ്പോൾ ആ കോമൺ സെൻസ് മീനിങ് എന്ത് ചെയ്യുക, അപ്ലൈ ചെയ്യുക. അതിന് നോർമലി നമ്മൾ വിളിക്കുന്നതാണ് ട്രേഡ് പെർലേൺസ് അല്ലെങ്കിൽ കോമൺ പെർലേൺസ് എന്നുള്ള വേർഡൊക്കെയാണ് നമ്മൾ യൂസ് ചെയ്യുക. ഓക്കെ, സോ ഇതിൻ്റെ ഒരു എക്സാമ്പിളായിട്ട് നമുക്ക് പറയാവുന്നത് ഇപ്പോൾ ഒരു കേസ് ഉണ്ടായിരുന്നു മുമ്പ്, എക്സൈസ് ഡ്യൂട്ടിയുടെ റിലേറ്റഡ് ആയിട്ടുള്ളൊരു കേസ് ഉണ്ടായിരുന്നു. നമ്മളുടെ ആപ്പി ഫിസ് എന്ന് പറഞ്ഞ കമ്പനി ഉണ്ടല്ലോ, നമ്മൾ ജ്യൂസ് ഓക്കെ കൂൾ ഡ്രിങ്ക്സ് അല്ലെങ്കിൽ ബീവറേജസിൽ വരുന്നത് അല്ലേ. അപ്പോൾ ഇത് തന്നെയാണ് ഇപ്പോൾ നമ്മൾ പറഞ്ഞ കാര്യം തന്നെയാണ് അവിടുത്തെ കേസിൻ്റെ അടിസ്ഥാനം എന്ന് പറയുന്നത്. അപ്പോൾ ഒരു 2 സംസ്ഥാനങ്ങളിലെ അവിടുത്തെ ഓഫീസർമാർ ഓക്കെ, സോ വിവിധ ഓഫീസർമാരുടെ അഭിപ്രായം എന്ന് പറയുന്നത്, ഒരാൾ പറയാണ് ആപ്പി ഫിസ് എന്ന് പറയുന്നത് ഫ്രൂട്ട് ജ്യൂസ് ആണ്. ഓക്കെ, ബിക്കോസ് ആപ്പിൾ ആണല്ലോ, അപ്പോൾ ആപ്പിളിൻ്റെ ജ്യൂസാണത്, അപ്പോൾ അതുകൊണ്ട് അത് ഫ്രൂട്ട് ജ്യൂസ് ആണ്. അതുകൊണ്ട് അതിൻ്റെ ടാക്സ് റേറ്റ് വരുന്നത് 12% ആണ് ടാക്സ് റേറ്റ് വരുന്ന രീതിയിലാണ് അത് പറഞ്ഞിരുന്നത്. മറ്റൊരു ഓഫീസർ പറഞ്ഞത് ആപ്പി ഫിസ് എന്ന് പറയുന്നത് ബിവറേജസ് ആണ്, അപ്പോൾ അതുകൊണ്ട് തന്നെ അതിൻ്റെ റേറ്റ് വരുന്നത് 18% ആണ്. അപ്പോൾ അവിടെ ഈ ഫ്രൂട്ട് ജ്യൂസ് അല്ലെങ്കിൽ ഇതിൻ്റെ ഡെഫിനിഷൻ ഇതിൻ്റെ പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല. പകരം ഇത് ഏത് രീതിയിൽ വരുന്നുള്ളതിനെ കുറിച്ച് ആകെ ഒരു ഡൗട്ടായി.
ഓക്കെ, ആപ്പി ഫിസ് എന്നുള്ളത് ഏത് കാറ്റഗറിയിൽ വരും? എൻ്റെ ക്ലാസിഫിക്കേഷൻ ഫ്രൂട്ട് ജ്യൂസ് ആണോ അല്ലെങ്കിൽ ബിവറേജസ് ആണോ? ബിവറേജസ് ആണെങ്കിൽ 18% ടാക്സ് റേറ്റും ഫ്രൂട്ട് ജ്യൂസ് ആണെങ്കിൽ 12% അതിൻ്റെ ടാക്സ് റേറ്റ് വരുന്നത്. അപ്പോൾ ഈ ഒരു ഡൗട്ട് വന്നപ്പോൾ എനിക്ക് ഏകദേശം 12 വർഷത്തോളം എടുത്തെന്നാണ് പറയുന്നത് സുപ്രീം കോടതിയിൽ ആ ഒരു കേസ് എന്ത് ചെയ്യാനായിട്ട്, തീരുമാനമാവാനായിട്ട്. നിങ്ങൾക്കറിയാലോ, നിങ്ങളൊന്ന് ആലോചിക്കുക, ആപ്പി ഫിസ് ഏത് ക്ലാസിഫിക്കേഷൻ ആയിരിക്കും? ഫ്രൂട്ട് ജ്യൂസ് ആയിരിക്കും അല്ലെങ്കിൽ ബിവറേജസ് ആയിരിക്കും? നമ്മൾ പറയും കോമൺ സെൻസ് ആണ്, അതെന്താണ് നമ്മൾ പറയും അല്ലേ, എന്താണത്? ഫ്രൂട്ട് ജ്യൂസ് ആണോ? അല്ല, എന്താണത്? ബിവറേജസ് ആണ്. അതുകൊണ്ട് 18%. പക്ഷേ ഇത് അത്യാവശ്യം വർഷങ്ങൾ എടുത്തിട്ടാണ് എന്ത് ഇതിൽ തീരുമാനമായത്. ഓക്കെ, അപ്പോൾ ഇതിന് തീരുമാനം എടുക്കുമ്പോൾ നമ്മൾ എന്താണ് നമ്മളതിലൊരു അടിസ്ഥാനം, അതിൻ്റെ ഒരു ലോജിക്ക്. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ നമ്മൾ കണ്ടന്റ് ആണ്, ഇപ്പോൾ കണ്ടന്റ് നോക്കിയിട്ട് നമുക്ക് പറയാൻ പറ്റും അതൊരു ഫ്രൂട്ട് ജ്യൂസ്. ഇപ്പോൾ ആപ്പിളാണ് അതിൽ മെജോറിറ്റി കണ്ടന്റ് വരുന്നതെന്ന് വിചാരിക്കുക. അപ്പോൾ അങ്ങനെയാണെങ്കിൽ അതിന് ഫ്രൂട്ട് ജ്യൂസ് എന്ന് പറയാൻ പറ്റും. എനിക്ക് ഫോർ എക്സാമ്പിൾ ഇപ്പോൾ നമ്മൾ നോക്കിയേ, നമ്മൾ ഇപ്പോൾ ഡയമണ്ട് ആഭരണങ്ങളൊക്കെ നോക്കുകയാണെങ്കിൽ അതിൻ്റെ അകത്ത് വളരെ കുറച്ച് മാത്രമേ ഡയമണ്ട് ഉണ്ടാവുന്നുള്ളൂ. ഓക്കെ, സോ കൂടുതലും ഗോൾഡ് തന്നെ ആയിരിക്കും. ഓക്കെ, അപ്പോൾ ഒരു ഡയമണ്ട് റിങ് എന്ന് പറയുമ്പോൾ അതിൻ്റെ അകത്ത് ഗോൾഡ് ആയിരിക്കും കൂടുതൽ, ഡയമണ്ട് കുറച്ചേ ഉണ്ടാവുള്ളൂ. പക്ഷെ ആരെങ്കിലും ഗോൾഡ് റിങ് എന്നാണ് അതിനെ പറയുന്നത്? അല്ല, ഡയമണ്ട് റിങ് തന്നെയാണ് അല്ലേ. അപ്പോൾ അവിടെ ഡയമണ്ടിൻ്റെ കണ്ടന്റ് വളരെ കുറവുള്ളെങ്കിലും അതിൻ്റെ പേരെന്താണ്? ഡയമണ്ട് റിങ് എന്നാണ് അല്ലേ. അതുപോലെ തന്നെ ഇപ്പോൾ നമ്മൾ ഏതൊരു കാര്യം എടുക്കുകയാണെങ്കിലും, ഇപ്പോൾ നമ്മൾ ഇപ്പോൾ ലിക്കറൊക്കെ കഴിക്കുന്നവരൊന്ന് ആലോചിച്ച്, നമ്മളിപ്പോൾ ഒരു 1 ലിറ്ററിൻ്റെ ഒരു ബോട്ടിൽ എനിക്ക് അല്ലെങ്കിൽ എന്താ പറയുക ഒരു 300 മില്ലി, എളുപ്പത്തിന് വേണ്ടി എടുത്തോ 300 മില്ലിയുടെ ഒരു ഗ്ലാസ്സോ ബോട്ടിലോ അതിൻ്റെ അകത്ത് 100 മില്ലി ലിക്കറും 200 മില്ലി സോഡ ഒഴിച്ചിട്ടുണ്ടെങ്കിൽ ഓക്കെ, സോ ടോട്ടൽ 300 ഉണ്ടാവും അല്ലേ. പെർസെൻറ്റേജ് വെച്ച് നോക്കുമ്പോൾ 67%, 66.67% സോഡയും ദെൻ 33.33% ലിക്കറുള്ളത്. ആരെങ്കിലും പറയും ഞാൻ സോഡയാണ് കുടിക്കുന്നത്? പറയോ? ഇല്ല. കാരണം അവിടെ കണ്ടന്റ് അല്ല റെലവൻറ്റ്. ഓക്കെ, അതിൻ്റെ അകത്ത് എത്രത്തോളം ഓക്കെ പെർസെൻറ്റേജ് ഇതുണ്ടെന്നല്ല പറയുന്നത്. ഇപ്പോൾ ഈ ഒരു കേസിലോട്ട് വരികയാണെങ്കിൽ, ഇപ്പോൾ ആപ്പി ഫിസിൻ്റെ കേസിലോട്ട് വരികയാണെങ്കിൽ, നിങ്ങളിപ്പോൾ നമ്മൾ ആരോഗ്യത്തിന് കുറച്ച് പ്രശ്നങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ ഡോക്ടറെ അടുത്ത് പോയി കഴിഞ്ഞപ്പോൾ ഡോക്ടർ പറയാണ് എല്ലാ ദിവസവും, നാളെ തൊട്ട് എല്ലാ ദിവസവും ഫ്രൂട്ട് ജ്യൂസ് കുടിക്കണമെന്ന് പറയുമ്പോൾ നമ്മൾ ആരെങ്കിലും പോയിട്ട് രാവിലെ തന്നെ എല്ലാ ദിവസവും പോയിട്ട് നമ്മൾ ആപ്പി ഫിസ് വാങ്ങിച്ച് കുടിക്കുകയാണോ ചെയ്യുക? അല്ലേ, ആണോ? അപ്പോൾ അതുകൊണ്ട് ആപ്പി ഫിസ് എന്തല്ല, ഫ്രൂട്ട് ജ്യൂസ് അല്ല എന്നുള്ളത് നമുക്ക് കോമൺ സെൻസിൽ അറിയാം. അതെന്താണ്? ഒരു ബിവറേജസ് ആണ്. പക്ഷെ അത് വർഷങ്ങൾ എടുത്തിട്ടാണ് ഒരു തീരുമാനമായത് അത് ബിവറേജസ് ആണെന്നുള്ളത്. ഓക്കെ, അപ്പോൾ അങ്ങനെ ചില കാര്യങ്ങളുണ്ട്. ചില വേർഡ്സ് ഒരു സ്ഥലത്തും ഡിഫൈൻ ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ പിന്നെ നമ്മൾ എന്ത് ചെയ്യണം? കോമൺ സെൻസ് അപ്ലൈ ചെയ്യണം. അത് നമ്മൾ വിളിക്കുന്ന പേരാണ് കോമൺ പെർലാൻസ് ആണ് നമ്മൾ പറയുന്നത്. ഓക്കെ, സോ ഇത് ഉണ്ടായിട്ടുള്ളൊരു കേസാണ് ആപ്പി ഫിസിൻ്റെ കേസിൽ. അഗെയിൻ മൂന്നാമത്തത് നമ്മളിപ്പോൾ ആക്ടിൻ്റെ അകത്തില്ല. ദെൻ ചില കാര്യങ്ങൾ കോമൺ പെർലാൻസ് നമ്മൾ നോക്കുമ്പോൾ ഉണ്ട്. ചിലപ്പോൾ ജുഡീഷ്യൽ പ്രൊനൗൺസ്മെൻറ്റ്, ചില കാര്യങ്ങൾ കോടതി എന്നുണ്ടാകും അതിൻ്റെ മീനിങ് എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ടായിരിക്കും. ഓക്കെ, സോ പല കേസുകൾ വരുമ്പോൾ അതിൻ്റെ വിധിയൊക്കെ പറയുന്ന സമയങ്ങളിൽ കോടതി ആ കേസ് ഇപ്പോൾ സുപ്രീം കോടതിയോ ഹൈക്കോടതിയൊക്കെ എന്തിനാണ് അതിനെക്കുറിച്ചൊരു ഇൻ്റർപ്രിട്ടേഷൻ എന്തുണ്ടാകും തരുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ മീനിങ് എന്താണെന്നുള്ളത് കോടതി പ്രൊനൗൺസ്മെൻറ്റുകൾ അല്ലെങ്കിൽ ജുഡീഷ്യൽ പ്രൊനൗൺസ്മെൻറ്റ് വന്നിട്ടുണ്ടെങ്കിൽ ഹൈക്കോടതി സുപ്രീം കോടതിയൊക്കെ ആണെങ്കിൽ അത് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ആക്സെപ്റ്റ് ചെയ്യാനായിട്ട് പറ്റും. അപ്പോൾ സെക്ഷൻ നമ്പർ 2 ഡെഫിനേഷൻസ് ആണ്. ഡെഫിനേഷൻസ് ചില വേർഡ്സ് ഡിഫൈൻ ചെയ്തിട്ടുണ്ടാവും, ചില ഡിഫൈൻ ചെയ്തിട്ടുണ്ടാവില്ല. ഡിഫൈൻ ചെയ്തത് ചിലപ്പോൾ മീൻസ് ദറ്റ് ഈസ് എക്സോസ്റ്റീവ്, ഇൻക്ലൂഡ്സ് ദറ്റ് ഈസ് ഇൻക്ലൂസീവ്, ചില മീൻസ് ആൻഡ് എന്തായിരിക്കും? ഇൻക്ലൂസീവ്, മീൻസ് ആൻഡ് ഇൻക്ലൂഡ്സ് ആയിരിക്കും, എക്സോസ്റ്റീവ് ആൻഡ് ഇൻക്ലൂസീവ്. ഇനി ചിലത് ഡിഫൈൻ ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം? അതർ ആക്ടുകൾ നോക്കാം, ലൈക്ക് കോൺട്രാക്ട് ആക്ട്, സെയിൽ ഓഫ് ഗുഡ്സ് ആക്ട്, ജനറൽ ക്ലോസസ് ആക്ട് ഒക്കെ. ഇനി അതല്ലെങ്കിൽ നമ്മൾ കോമൺ പെർലേൺസ്, നമ്മൾ കോമൺ സെൻസ് അല്ലെങ്കിൽ ട്രേഡ് പ്രാക്ടീസ് നമ്മൾ എന്ത് ചെയ്യുക? യൂസ് ചെയ്യുക. ഇനി അതല്ലെങ്കിൽ ജുഡീഷ്യൽ പ്രൊനൗൺസ്മെൻറ്റ്സ് നമ്മൾ എന്ത് ചെയ്യുക? നോക്കുക ആ ഒരു വേർഡിൻ്റെ മീനിങ് അവിടെ ഉണ്ടോ എന്നുള്ളത്. ഓക്കെ, യെസ്. അപ്പോൾ ഇതാണ് സെക്ഷൻ നമ്പർ 2 എന്നുള്ളത്. ഇനി ഈ സെക്ഷൻ നമ്പറിലോട്ട് വരുമ്പോൾ തന്നെ ഇപ്പോൾ സെക്ഷൻ നമ്പർ 2 പറയുമ്പോൾ ഒരു കാര്യം, ഇപ്പോൾ സപ്പോസ് ഞാൻ എഴുതാണ് സെക്ഷൻ 5, 4, 3 ഓക്കെ. സോ ഇത് നമ്മൾ എങ്ങനെയാണ് വായിക്കുക എന്നുള്ളതാണ്. ഒരു സെക്ഷൻ നമ്മളിപ്പോൾ ഇനി നമ്മൾ ബുക്കിലോട്ട് വരുമ്പോൾ ഓക്കെ ആക്ടിൻ്റെ സെക്ഷനൊക്കെ ഇങ്ങനെ എഴുതിയിരിക്കുന്നത് കാണാൻ പറ്റും. ഇപ്പോൾ ഇത് നമ്മൾ എങ്ങനെയാണ് വായിക്കുക? ഫോർ എക്സാമ്പിൾ നമ്മൾ സെക്ഷൻ ഈ 5 എന്നുള്ളത് നമ്മൾ സെക്ഷൻ കൊടുത്തുള്ള സെക്ഷൻ 5 അല്ലേ. സോ ഇത് സെക്ഷൻ, ഈ 4 ബ്രാക്കറ്റിലുള്ള നെക്സ്റ്റ് 4 എന്നാണ് സബ് സെക്ഷൻ. തന്നെ ഈ ഒരു 3 എന്നുള്ളത് ക്ലോസ്. ഓക്കെ, ഈ എന്നുള്ളത് സബ് ക്ലോസ്, ഈ 1 എന്നുള്ളത് സബ് ക്ലോസ്. ഓക്കെ, ഇങ്ങനെയാണ്. സോ സെക്ഷൻ നമ്പർ 4
subsection section 5 subsection 4 clause 3 subclause A clause 1. ഓക്കെ, ഇങ്ങനെയാണ് ഇതിന് നമ്മൾ എന്ത് ചെയ്യേണ്ടത്, റീഡ് ചെയ്യേണ്ടത്. അപ്പോൾ ആക്ടിൻ്റെ അകത്ത് ഇങ്ങനെ ഒരുപാട് സെക്ഷൻ, സബ്സെക്ഷൻ, ക്ലോസ്, സബ് ക്ലോസ്, സബ് ക്ലോസ് ഇങ്ങനെ കാണാൻ പറ്റും. അപ്പോൾ ഇത് നമ്മൾ വായിക്കേണ്ടത് ഈ രീതിയിലാണ്. സെക്ഷൻ 5 സബ്സെക്ഷൻ 4 ക്ലോസ് 3 സബ് ക്ലോസ് എയിൽ സബ് ക്ലോസ് 1 നമ്മൾ എന്ത് ചെയ്യുന്നത്, ആ പ്രൊവിഷൻ അവിടെ പറയുന്നത്. ഓക്കെ, പക്ഷേ ഇത് എല്ലാ കേസിലും ഫോർ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഇവിടെ നമുക്ക് ഒരു GST ആക്ട് എടുക്കുകയാണെങ്കിൽ അതിൻ്റെ ഒരു സെക്ഷൻ നമ്പർ 2 ഡെഫിനിഷൻ തന്നെയാണ്. സോ സെക്ഷൻ 2 സബ്സെക്ഷൻ 52. ഓക്കെ, ഗുഡ്സിൻ്റെ ഡെഫിനിഷൻ. അപ്പോൾ ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത്, ഇവിടെ ഈ സെക്ഷൻ നമ്പർ 2 വരുമ്പോൾ, സെക്ഷൻ നമ്പർ 2 വന്നു കഴിഞ്ഞാൽ നമ്മളിത് വായിക്കേണ്ടത് സബ്സെക്ഷൻ എന്നല്ല, ക്ലോസ് തന്നെയാണ് നേരിട്ട് വായിക്കേണ്ടത്. ഓക്കെ, അപ്പോൾ ഇവിടെ നമ്മൾ ഗുഡ്സിൻ്റെ ഡെഫിനിഷൻ പറഞ്ഞത് സെക്ഷൻ നമ്പർ 2 ക്ലോസ് 52 ആണ്. ഞാൻ സബ്സെക്ഷൻ എന്നല്ല പറഞ്ഞത്, ക്ലോസ് 52. ഓക്കെ, കാരണം എന്തുകൊണ്ടാണെന്ന് വെച്ച് കഴിഞ്ഞാൽ എപ്പോഴാണ് നമ്മൾ സബ്സെക്ഷൻ എന്നുള്ള വേർഡ് യൂസ് ചെയ്യുക വെച്ചാൽ, ഇപ്പോൾ സെക്ഷൻ 12, ഓക്കെ, ഇപ്പോൾ CGST നിയമത്തിൻ്റെ സെക്ഷൻ 12, ഈ സെക്ഷൻ 12 പറയുന്ന ഒരു കാര്യം, ദറ്റ് ഈസ് ടൈം ഓഫ് സപ്ലൈ ഓഫ് ഗുഡ്സ് എന്നുള്ളൊരു സെക്ഷനാണത്. ഓക്കെ, ടൈം ഓഫ് സപ്ലൈ ഓഫ് ഗുഡ്സ്. ഇതിനകത്ത് 1, 2, 3. അപ്പോൾ ഇതിനെ നമ്മൾ വായിക്കുമ്പോൾ സെക്ഷൻ നമ്പർ 12 സബ്സെക്ഷൻ 1, സെക്ഷൻ നമ്പർ 12 സബ്സെക്ഷൻ 2, സെക്ഷൻ നമ്പർ 12 സബ്സെക്ഷൻ 3 എന്ന് പറയാൻ കാരണം ഇവിടെ 1, 2, 3 പറയുന്ന കാര്യങ്ങൾ പരസ്പരം കണക്റ്റഡ് ആണെങ്കിൽ, ബന്ധപ്പെട്ട് കിടക്കുന്ന കാര്യങ്ങളാണെങ്കിൽ നമ്മൾ അതിനെന്ത് വിളിക്കും, സബ്സെക്ഷൻ എന്ന് വിളിക്കും. ഓക്കെ, അപ്പോൾ സെക്ഷൻ നമ്പർ 12 1, 2, 3, 4, 5 പറയുന്നത് കണക്റ്റഡ് ആയിട്ടുള്ള മാറ്റേഴ്സ് ആണെങ്കിൽ നമുക്ക് അതിനെന്ത് വിളിക്കാം, സബ്സെക്ഷൻ എന്ന് വിളിക്കാം. നേരെ മറിച്ച് സെക്ഷൻ നമ്പർ 2 ഡെഫിനിഷൻസ് ആണ് പറയുന്നത്. അത് ആൽഫബറ്റിക്കൽ ഓർഡറിൽ ABCD ഓർഡറിൽ പറയുമ്പോൾ സെക്ഷൻ നമ്പർ 2 സബ്സെക്ഷൻ 52. ഓക്കെ, സോ അങ്ങനെയല്ല പറയാം, പകരം നമ്മൾ സെക്ഷൻ നമ്പർ 2 ക്ലോസ് 52 ആണ് സബ്സെക്ഷൻ എന്ന് പറയുന്നത്. കാരണം അടുത്തത് സെക്ഷൻ നമ്പർ 2 53 ഒരിക്കലും ഈ ഗുഡ്സിനായിട്ട് ഒരു ബന്ധമുള്ള കാര്യമായിരിക്കില്ല പറയുന്നത്, വേറൊരു മാറ്റർ ആയിരിക്കും പറയുന്നത്. അപ്പോൾ ഈ ചില ആക്ടിൻ്റെ ചില സെക്ഷൻസ്, ഇപ്പോൾ ഇൻകം ടാക്സ് ആക്ടിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഫോർ എക്സാമ്പിൾ സെക്ഷൻ നമ്പർ 2 അതുപോലെ തന്നെ സെക്ഷൻ നമ്പർ 10 സെക്ഷൻ നമ്പർ 10 എക്സംഷൻസ് ഉള്ള സെക്ഷനാണ്, കുറച്ച് കഴിയുമ്പോൾ പഠിക്കും. അപ്പോൾ ഈ സെക്ഷൻ നമ്പർ 2 അതുപോലെ തന്നെ സെക്ഷൻ നമ്പർ 10 നമ്മളിപ്പോൾ സെക്ഷൻ നമ്പർ 10(1), 10(2) ഇതിന് നമ്മൾ വായിക്കുന്നത് സെക്ഷൻ നമ്പർ 10 സബ്സെക്ഷൻ 1 എന്നല്ല, സെക്ഷൻ നമ്പർ 10 ക്ലോസ് 1 എന്നുള്ളതാണ്. ഓക്കെ, സെക്ഷൻ 10 ക്ലോസ് 1, സെക്ഷൻ 10 ക്ലോസ് 2. ഇതെന്തുകൊണ്ടാണ് ഇങ്ങനെ പറയാൻ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഇവർ തമ്മിൽ യാതൊരു ബന്ധവും ഇല്ല. സോ 1 and 2 അവർ ഇൻഡിപെൻഡൻ്റ് ആണ്. ഓക്കെ, അടുത്തത് 3 ഇതിനായിട്ട് ഇൻഡിപെൻഡൻ്റ് ആണ്. അപ്പോൾ ആ ഒരു കണക്ഷൻ ഉണ്ടെങ്കിൽ മാത്രമേ നമ്മൾ സബ്സെക്ഷൻ വിളിക്കുകയുള്ളൂ, അല്ലാത്ത കേസിൽ നമ്മൾ ക്ലോസ് എന്നാണ് വിളിക്കുക. അപ്പോൾ ഈ ഡെഫിനിഷൻ്റെ സെക്ഷൻസ് ഏതൊക്കെ, സെക്ഷൻ നമ്പർ 2 അതുപോലെ തന്നെ എക്സംഷൻ ആയിട്ടുള്ള സെക്ഷൻ നമ്പർ 10, ഇതിൻ്റെയൊക്കെ നമ്മൾ വായിക്കേണ്ടത് നേരത്തെ പറഞ്ഞ രീതിയിൽ. ഇത് ജനറൽ ആയിട്ടുള്ള കാര്യമാണ്. ഇത് സെക്ഷൻ 5 സബ്സെക്ഷൻ 4 ക്ലോസ് 3, ഓക്കെ, സബ് ക്ലോസ് A സബ് ക്ലോസ് 1 എന്നുള്ളത് ഇത് നോർമലി നമ്മൾ വായിക്കുന്നത്. പക്ഷേ ചില സെക്ഷൻസ് ലൈക്ക് ഈ കണക്ഷൻസ് ഇല്ലാത്ത പ്രൊവിഷൻസ് വരുന്ന ഇപ്പോൾ ഡെഫിനിഷൻസ് അതുപോലെ തന്നെ എക്സംഷൻസ്, അത്തരം കേസുകളിലൊക്കെ സെക്ഷൻ നമ്പർ 2 ഓക്കെ ക്ലോസ് 1, സെക്ഷൻ നമ്പർ 2 ക്ലോസ് 2, സെക്ഷൻ നമ്പർ 2 ക്ലോസ് 3 അങ്ങനെയാണ് നമ്മൾ വായിക്കേണ്ടത്, സബ്സെക്ഷൻ രീതിയിലല്ല വായിക്കേണ്ടത്. ആ ഒരു കാര്യം കൂടി നമ്മൾ എന്ത് ചെയ്യുക, മനസ്സിലാക്കുക. ഓക്കെ, യെസ്. അപ്പോൾ നമ്മൾ ഇതുവരെ ഡെഫിനിഷൻസ് അതുപോലെ തന്നെ ചില കാര്യങ്ങൾ ഡിഫൈൻഡ്, ചില കാര്യങ്ങൾ നോട്ട് ഡിഫൈൻഡ്, ഇനി സെക്ഷൻ എങ്ങനെ റീഡ് ചെയ്യാനുള്ള കാര്യമൊക്കെ പഠിച്ച് നമുക്ക് ആദ്യത്തെ ഒരു ഡെഫിനിഷനിലോട്ട് പോവാം. ഫോർ എക്സാമ്പിൾ നോക്കാം, ഇപ്പോൾ ഒരു ഇന്ത്യ. ഓക്കെ, സോ ഇന്ത്യ ഈസ് ഡിഫൈൻഡ്, ഇൻകം ടാക്സ് ആക്ടിൽ ഡിഫൈൻ ചെയ്തിട്ടുണ്ട് സെക്ഷൻ നമ്പർ 2 സബ്സെക്ഷൻ 25 വേണോ അല്ല, സെക്ഷൻ നമ്പർ 2 ക്ലോസ് 25A ഓഫ് ഇൻകം ടാക്സ് ആക്ട് 1961. ഓക്കെ, അപ്പോൾ ഇവിടെ അടുത്തൊരു ഡൗട്ട്, സാർ ഈ A എന്നുള്ളത് എന്താണ്? ഓക്കെ, സോ ഈ A എന്നുള്ളത് ആക്ച്വലി ആക്ട് തുടങ്ങിയ സമയത്ത് ഈ A ഉണ്ടാവില്ല. ഓക്കെ, സോ ഇത് 1976 വന്നൊരു അമെൻമെൻ്റ് ആണ്, ഡെഫിനിഷൻ അന്ന് ഇൻസേർട്ട് ചെയ്തതാണ്. കാരണം ഈ A, B എന്നൊക്കെ നിങ്ങൾ ആക്ടിൻ്റെ അകത്ത് കാണുകയാണെങ്കിൽ അതിൻ്റെ അർത്ഥം അത് അമെൻമെൻറ്റ് എന്നാണെന്നാണ്. കാരണം ഇവിടെ ഫോർ എക്സാമ്പിൾ ഇവിടെ ഒരു 1, 2, 3, 4 അങ്ങനെ ഓർഡറിൽ ഉണ്ടാക്കിയുള്ള സെക്ഷൻ്റെ അകത്ത് നമുക്കൊരു പുതിയൊരു കാര്യം ഇൻസെർട്ട് ചെയ്യണമെങ്കിൽ നമ്മൾ അതിൻ്റെ ഇടയിൽ ഇപ്പോൾ അത് 5, ഇപ്പോൾ 4-ന് ശേഷം 5, 6, 7, 8 ഓക്കെ, ഫോർ എക്സാമ്പിൾ 7 കഴിഞ്ഞിട്ട് 8 പുതിയത് ഇൻസെർട്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്കത് ബുദ്ധിമുട്ടാണ്. എൻ്റെയർ ആ ഒരു സീരീസ് സെക്ഷൻ നമ്പേഴ്സ് എന്ത് ചെയ്യും, മുഴുവനായിട്ട് ആക്ടിൽ മാറും. പകരം നമ്മൾ എന്ത് ചെയ്യുന്നത്, ഈ 7-ൻ്റെയും 8-ൻ്റെ ഇടയിൽ ഒരു പുതിയ സെക്ഷൻ കൊണ്ടുവരണമെങ്കിൽ നമ്മൾ 7A അല്ലെങ്കിൽ 7B ഇങ്ങനെയാണ് നമ്മൾ പുതിയ സെക്ഷൻസ് കൊണ്ടുവരിക. അപ്പോൾ നിങ്ങൾ ഈ ABC കാണുന്നുണ്ടെങ്കിൽ അതിൻ്റെ അർത്ഥം
അവിടെ പുതിയതായിട്ട് ഇൻസേർട്ട് ചെയ്തിട്ടുള്ള സെക്ഷനാണ്. ഇനീഷ്യൽ ടൈമിൽ ആക്ട് ഉണ്ടാക്കിയ സമയത്ത് ആ ഒരു ഡെഫിനിഷൻ അല്ലെങ്കിൽ ആ ഒരു സെക്ഷൻ അവിടെ ഉണ്ടായിട്ടില്ല. അപ്പോൾ ഇതിൽ നിന്ന് മനസ്സിലാക്കേണ്ടത് സെക്ഷൻ 2 ക്ലോസ് 25 കഴിഞ്ഞിട്ട് 26 ഉണ്ടായിട്ടുണ്ടാവും. പക്ഷെ 25A എന്നുള്ളത് ഇന്ത്യ എന്നുള്ളത് പിന്നീട് കൊണ്ടുവന്ന ഡെഫിനിഷൻ ആണെന്ന് അതിൻ്റെ അർത്ഥം. ഓക്കെ, അപ്പോൾ അങ്ങനെയാണത് മനസ്സിലാക്കേണ്ടത്. ഓക്കെ, അപ്പോൾ ഇന്ത്യ ഡെഫിനിഷൻ ഏത് സെക്ഷനാണ്? സെക്ഷൻ നമ്പർ 2 ക്ലോസ് 25A ഓഫ് ദി ഇൻകം ടാക്സ് ആക്ട് 1961. ഇനി ഡെഫിനിഷൻ്റെ അകത്ത് പറയുന്നത് എന്താണ് നോക്കാം. എന്താണ് ഇന്ത്യ? ഇന്ത്യ ഇൻക്ലൂഡ്സ്. ഓക്കെ, അപ്പോൾ ഒരു ഇൻക്ലൂസീവ് ഡെഫിനിഷനാണ്. ഓക്കെ, സോ ഇന്ത്യ ഇൻക്ലൂഡ്സ് എന്താണ്? ദ ടെറിട്ടറി. ഓക്കെ, സോ ഇന്ത്യ ഇൻക്ലൂഡ്സ് ദ ടെറിട്ടറി mentioned in Article 1 of the Constitution. Okay, so Article 1-ൻ്റെ അകത്ത്, അപ്പോൾ ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ്റെ ആർട്ടിക്കിൾ 1-ൻ്റെ അകത്ത് പറഞ്ഞിട്ടുള്ള ടെറിട്ടറി മീൻസ് എന്താണ്? നമ്മളെ ലാൻഡ് മാസ്. ഓക്കെ, ടെറിട്ടറി മീൻസ് ലാൻഡ് മാസ്. ടെറിട്ടറി മീൻസ് ലാൻഡ് മാസ്. ഓക്കെ, ഇനി അടുത്തത് ഇറ്റ്സ് ടെറിട്ടോറിയൽ വാട്ടേഴ്സ്, അതുപോലെ തന്നെ സീ ബെഡ്, ഓക്കെ, സബ്സോയിൽ, കോണ്ടിനെന്റൽ ഷെൽഫ്, എക്സ്ക്ലൂസീവ് എക്കണോമിക് സോൺ, അതർ മാരിടൈം സോൺ അണ്ടർ 1976 മാരിടൈം സോൺസ് ആക്ട്. ഓക്കെ, അപ്പോൾ ആദ്യം നമ്മൾ പറഞ്ഞു ഇന്ത്യയുടെ ലാൻഡ് മാസ് എന്താണ്? ഇന്ത്യയിൽ വരുന്നതാണ്. ഓക്കെ, ഇന്ത്യയുടെ ലാൻഡ് മാസ് ഇന്ത്യയിൽ വരുന്നതാണ്. അതുപോലെ തന്നെ ഇറ്റ്സ് ടെറിട്ടോറിയൽ വാട്ടേഴ്സ് ചിലപ്പോൾ ഇന്ത്യയുടെ ഈ ഒരു ഏരിയ, ഓക്കെ, നമ്മുടെ കേരളം, തമിഴ്നാടൊക്കെ നിൽക്കുന്ന ഏരിയ, ഇവിടെ ഈ ഒരു കോസ്റ്റൽ ഏരിയയിൽ നിന്ന്, ഇതിൻ്റെ ബോർഡറിൽ നിന്ന് ഒരു 12 നോട്ടിക്കൽ മൈൽ, ദറ്റ് ഈസ് 12 നോട്ടിക്കൽ മൈലാണ് ഇത് പറയുന്നത്. ഇപ്പോൾ ഇന്ത്യയിൽ കരഭാഗം മാത്രമല്ല, എനിക്ക് വെള്ളത്തിലും എനിക്ക് കുറച്ച് ഭാഗം കടലിലും എന്താണ് ഇന്ത്യയുടെ ഭാഗം തന്നെയാണ്. ഇപ്പോൾ സാധാരണ നമ്മൾ കരഭാഗങ്ങളൊക്കെ കിലോമീറ്ററിലാണ് അളക്കുന്നതെങ്കിൽ നമ്മൾ വാട്ടർ അളക്കുന്നത് നോട്ടിക്കൽ മൈലിലാണ്. ഓക്കെ, അപ്പോൾ ഈ നമ്മൾ കടലിൻ്റെ ബേസ് ലൈനിൽ നിന്ന്, കരയിൽ നിന്ന് അങ്ങോട്ട് എത്ര നോട്ടിക്കൽ മൈൽ? 12 നോട്ടിക്കൽ മൈലാണ് എന്ന് പറയുന്നത് ഇന്ത്യ എന്ന് പറയുന്നത്. പിന്നീട് 1976 1976 ഒരു അമെൻമെൻറ്റ്, ദാറ്റ് ഈസ് വേൾഡ് കസ്റ്റംസ് ഓർഗനൈസേഷൻ ആണ് ഓരോ രാജ്യങ്ങൾക്കും എന്ത് ചെയ്തത്? അവരവരുടെ കൊമേഴ്ഷ്യൽ ആക്ടിവിറ്റീസ്, അതായത് ദാറ്റ് ഈസ് ഇപ്പോൾ വെസൽസൊക്കെ, കപ്പലുകളൊക്കെ പോയിട്ട്, എണ്ണക്കപ്പലുകളൊക്കെ പോയിട്ട് എണ്ണയൊക്കെ കുഴിച്ചെടുക്കാനുള്ള, പെട്രോളിയം കാര്യങ്ങളൊക്കെ കുഴിച്ചെടുക്കാൻ വേണ്ടി ഓരോരുത്തർക്കും ഒരു ബൗണ്ടറി നിശ്ചയിച്ചിട്ടുണ്ടായിരുന്നു. അത് വേൾഡ് കസ്റ്റംസ് ഓർഗനൈസേഷനാണ് 1976 ചെയ്തത്. അപ്പോൾ ഇന്ത്യക്ക് നമ്മൾ അനുവദിച്ചു കൊടുത്തുള്ളത് ഒരു 200 നോട്ടിക്കൽ മൈലാണ്, ദാറ്റ് ഈസ് 200 നോട്ടിക്കൽ മൈൽ. അപ്പോൾ ഇന്ത്യൻ ടെറിട്ടോറിയൽ വാട്ടേഴ്സ് എന്ന് പറയുന്നത് 12 നോട്ടിക്കൽ മൈലാണ്. പക്ഷേ ഈ എക്സ്ക്ലൂസീവ് എക്കണോമിക് സോൺ, കോണ്ടിനെന്റൽ ഷെൽഫ് എന്നൊക്കെ പറയുന്ന ഇന്ത്യക്ക് എക്കണോമിക് ഓപ്പറേഷൻസ് ലൈക്ക് ഇപ്പോൾ എണ്ണയൊക്കെ കുഴിച്ചെടുക്കാനുള്ള ആ ഒരു അധികാരം എവിടെ വരെയുണ്ട്? 200 നോട്ടിക്കൽ മൈൽ വരെ എന്താണ് ഇന്ത്യക്ക് അതിനുള്ള അധികാരം. അപ്പോൾ ഇന്ത്യ എക്സ്റ്റെൻഡ്, ഓക്കെ, സോ എവിടെ വരെയുണ്ട്? ആക്ച്വലി 200 നോട്ടിക്കൽ മൈൽ വരെയുണ്ട്. അപ്പോൾ ഇനി ചോദിക്കാൻ 12 നോട്ടിക്കൽ മൈൽ എന്നല്ല, 200 നോട്ടിക്കൽ മൈൽസ് വരെ എന്താണ്? ഇന്ത്യയാണ്. ഓക്കെ, സോ കടലിൻ്റെ അകത്ത് 200 നോട്ടിക്കൽ മൈൽസ് വരെ ഇന്ത്യയാണ്. അപ്പോൾ സ്വാഭാവികമായിട്ട് ഡൗട്ട്, സാറേ എന്തിനാ ഈ നോട്ടിക്കൽ മൈൽ എന്ന് വെച്ച് കഴിഞ്ഞാൽ, അല്ലെങ്കിൽ കിലോമീറ്റർ നമ്മൾ വ്യത്യാസം വെച്ചാൽ, ഒരു നോട്ടിക്കൽ മൈൽ, 1 നോട്ടിക്കൽ മൈൽസ് ഈസ് ഈക്വൽ ടു അറൗണ്ട് ഒരു 1.85 ടു, ചില ഇതിൽ 3 എന്നൊക്കെ പറയും, 853 എന്നും പറയാറുണ്ട്, 853 പറയുന്നവരുണ്ട്, 852 കിലോമീറ്റർ എക്സാക്റ്റ് നോക്കുകയാണെങ്കിൽ. സോ ഒരു നോട്ടിക്കൽ മൈലിൽ വരുന്നത് ഇപ്പോൾ ചില രാജ്യങ്ങൾ റൗണ്ടിങ് ഓഫിൻ്റെ ചില ഡിഫറൻസുകളാണ്. ഓക്കെ, അപ്പോൾ സാധാരണയായിട്ട് നമ്മൾ നോക്കുകയാണെങ്കിൽ ഇങ്ങനെ കാണാൻ പറ്റും, 1 നോട്ടിക്കൽ മൈൽ ഈസ് ഈക്വൽ ടു 1.852 കിലോമീറ്റേഴ്സ് അല്ലെങ്കിൽ 853 കിലോമീറ്റേഴ്സ് ആണ് വരുന്നത്. ഇനി ഒരു നോട്ടിക്കൽ മൈൽ എത്ര മൈൽസ് ആണ്? അത് മതി, നോട്ടിക്കൽ മൈലും ഡിഫറെൻ്റ് ആണ്. ഓക്കെ, 1 നോട്ടിക്കൽ മൈൽ ഈസ് ഈക്വൽ ടു 1.1515 മൈൽസ് ആണ്. ഓക്കെ, അപ്പോൾ ജസ്റ്റ് അറിഞ്ഞിരിക്കുക, ചിലപ്പോൾ ഇതൊക്കെ MCQ ചോദിക്കാറുണ്ട്. ഓക്കെ, അപ്പോൾ 1 നോട്ടിക്കൽ മൈൽ ഈസ് ഈക്വൽ ടു 1.852 അല്ലെങ്കിൽ 853 കിലോമീറ്റേഴ്സ്. ദെൻ 1 നോട്ടിക്കൽ മൈൽ ഈസ് ഈക്വൽ ടു ഏകദേശം 1.1515 മൈൽസ് ആണ് വരുന്നത്. ഓക്കെ, അപ്പോൾ ഇന്ത്യ വാട്ടറിലോട്ട്, കടലിലോട്ട് എത്ര എക്സ്റ്റെൻഡ്? 200. സ്വാഭാവികമായിട്ട് ഡൗട്ട് വരും, സാറേ ഇപ്പോൾ നമ്മൾ കന്യാകുമാരി അല്ലെങ്കിൽ നമ്മുടെ ധനുഷ്കുടി ഇവിടെയൊക്കെ പോവുകയാണെങ്കിൽ അവിടെ നിന്ന് കുറച്ച് ദൂരം 10-35 കിലോമീറ്റർ ആയി കഴിഞ്ഞാൽ തന്നെ ആരായില്ലേ? ശ്രീലങ്ക ആയില്ലേ? അപ്പോൾ പിന്നെ അതെങ്ങനെയാണ് ശരിയാവുക? കാരണം ഇന്ത്യ അത്രത്തോളം എന്ന് പറയുമ്പോൾ അത് വേറെ രാജ്യമായി മാറിയില്ല അല്ലേ? ഒരു ഡൗട്ട് വരാവുന്നതാണ് അല്ലേ? അപ്പോൾ നമ്മൾ അവിടെ മനസ്സിലാക്കേണ്ടത്, ഇത്തരം സിറ്റുവേഷനിൽ ഇപ്പോൾ ചില കേസുകളിൽ ഇപ്പോൾ നമുക്ക് വരാം, എല്ലാ കേസിലും നമുക്ക് എന്ത് ചെയ്യുന്നില്ല, വെള്ളത്തിലോട്ട് അത്രയും ദൂരം ഉണ്ടാവണമെന്നില്ല. ഞാൻ പറഞ്ഞ പോലെ നമ്മൾ ഇവിടെ കന്യാകുമാരി അല്ലെങ്കിൽ ധനുഷ്കുടി നോക്കുകയാണെങ്കിൽ തന്നെ ശ്രീലങ്ക കാണാൻ പറ്റുന്നൊക്കെ പൊതുവെ ചില സമയങ്ങളിലൊക്കെ അവിടെ ബോർഡറിൽ നിന്നിട്ട് അപ്പുറത്തേക്ക് നോക്കുകയാണെങ്കിൽ തന്നെ ശ്രീലങ്കയിലത്തെ ഭാഗം കാണാൻ പറ്റുന്നൊക്കെ പറയാറുണ്ട്. അപ്പോൾ അത്രയും അടുത്താണ്, 35 കിലോമീറ്റർ. അപ്പോൾ നമ്മൾ പറയുന്നതനുസരിച്ച് 200 നോട്ടിക്കൽ മൈൽ ഇന്ത്യയാണെന്ന് പറയുമ്പോൾ 200 ഇൻറ്റു ഏകദേശം 1.852 അല്ലെങ്കിൽ 853 ഒക്കെ വെച്ച് നോക്കുമ്പോൾ ഏകദേശം 370 അല്ലേ? സോ 370 കിലോമീറ്റർ എന്താവണം? ഇന്ത്യ
ആവണം. പക്ഷേ ആകെ 35 കിലോമീറ്റർ ഉള്ളൂ ശ്രീലങ്കയ്ക്കുള്ള ദൂരം എന്ന് പറയുന്നത്. അപ്പം അത്തരം കേസുകളിലൊക്കെ രണ്ട് രാജ്യങ്ങളിലെ ഗവൺമെൻറ് തമ്മിൽ എന്തെങ്കിലും ഒരു എഗ്രിമെൻ്റ് ഒക്കെ വെച്ചിട്ട് എത്ര ഭാഗം ഇന്ത്യയാണ് എത്ര ഭാഗം ശ്രീലങ്കയാണെന്നുള്ള എഗ്രിമെൻറ്റ് ഈ രാജ്യങ്ങളുടെ ഗവൺമെൻറ് തമ്മിൽ ഓൾറെഡി ഉണ്ടാക്കി വെച്ചിട്ടുണ്ടായിരിക്കും. ഓക്കെ, അപ്പോൾ നമ്മൾ ഇപ്പോൾ പഠിച്ചുകൊണ്ടിരിക്കുന്ന ഇന്ത്യയുടെ ഡെഫിനേഷനാണ്. സോ ഇന്ത്യയുടെ ഡെഫിനേഷൻ പറയുന്നത് സെക്ഷൻ നമ്പർ 2 ക്ലോസ് നമ്പർ 25A പറയുന്നത്. സോ ഇന്ത്യ എന്താണ് പറയുന്നത്, ഇന്ത്യ ഇൻക്ലൂഡ്സ് അതിൻ്റെ ടെറിട്ടറി ഓഫ് ഇന്ത്യ ആസ് പെർ ആർട്ടിക്കിൾ 1 അല്ലേ, ദാറ്റ് ഈസ് നമ്മളുടെ ലാൻഡ് മാസ്. പിന്നെ നമ്മൾ വാട്ടറിൽ എത്ര 200 നോട്ടിക്കൽ മൈൽസ്, കൂടാതെ എയർ സ്പേസ്. ഓക്കെ, ദാറ്റ് ഈസ് എയർ സ്പേസ് എബവ് ഇറ്റ്സ് ടെറിട്ടറി ആൻഡ് ദ ടെറിട്ടോറിയൽ വാട്ടേഴ്സ്. ഓക്കെ, അപ്പോൾ ഇന്ത്യ എന്ന് പറയുന്നത് ഏതൊക്കെയാണ്, ഇന്ത്യയുടെ ലാൻഡ് മാസ് വരും, അതുപോലെ തന്നെ വാട്ടർ 200 നോട്ടിക്കൽ മൈൽസ് വരും, അപ് ടു 200 നോട്ടിക്കൽ മൈൽസ്, ദെൻ എയർ സ്പേസ്. ഇതൊക്കെ എല്ലാം എന്താണ് ഇന്ത്യയുടെ ഇതിൽ വരുന്നതാണ്. അപ്പോൾ കാരണം ഈ ഇന്ത്യ എന്നുള്ളതിൻ്റെ വേർഡിൻ്റെ ആവശ്യം നമ്മൾ നേരത്തെ പറഞ്ഞു. സെക്ഷൻ നമ്പർ 1 ഒന്ന് ആലോചിക്കുക, ഷോർട്ട് ടൈറ്റിൽ എക്സ്റ്റെൻഡ് കമൻസ്മെൻറ്റിൽ എന്താ പറയുന്നത്, ഷോർട്ട് ടൈറ്റിൽ പറയുന്നത് ദിസ് ആക്ട് ഷാൾ ബി കോൾഡ് അല്ലേ, സോ ഇൻകം ടാക്സ് ആക്ട് ഇറ്റ് ഈസ് അപ്ലിക്കബിൾ ടു ഓൾ ഓഫ് ഇന്ത്യ. അപ്പോൾ അടുത്തൊരു ഡൗട്ട് വരും, സാർ എന്താണ് ഈ ഓൾ ഓഫ് ഇന്ത്യ, ഇന്ത്യ എവിടം വരെ ഉണ്ട്, ഇന്ത്യ എവിടം വരെ ഇത് അപ്ലിക്കബിൾ ആണ്. അപ്പോൾ ഇന്ത്യ എന്ന് പറയുന്ന വേർഡ് ഇനി ആക്ടിൻ്റെ അകത്ത് എവിടേക്കാണ് ഇന്ത്യ എന്ന് പറയുന്നത്, ദാറ്റ് മീൻസ് ഇന്ത്യയുടെ ലാൻഡ് മാസ് വരും, വാട്ടറിൽ 200 നോട്ടിക്കൽ മൈൽസ് വരും, അതുപോലെ തന്നെ ആ സ്ഥലങ്ങളുടെയൊക്കെ മുകളിലുള്ള എയർ സ്പേസ്, നമ്മളിപ്പോൾ ഫ്ലൈറ്റൊക്കെ പോകുന്ന ആ ഒരു ഭാഗം, കരയുടെ മുകളിലാണെങ്കിലും കടലിൻ്റെ മുകളിലാണെങ്കിലും തൊട്ട് മുകളിൽ പറഞ്ഞിരിക്കുന്ന ടെറിട്ടറിയുടെയും വാട്ടർ സ്പേസ് 200 നോട്ടിക്കൽ മൈലിൻ്റെയും മുകളിലുള്ള എയർ സ്പേസും കൂടി എന്താണ് ഇന്ത്യയിൽ ഉൾപ്പെടുന്നതാണ്. അപ്പോൾ അതാണ് ഇന്ത്യയുടെ ഡെഫിനേഷൻ സെക്ഷൻ നമ്പർ 2 ക്ലോസ് നമ്പർ 25A പറയുന്നത്. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങളൊന്ന് ബേസിക്കായിട്ട് മനസ്സിലാക്കുക.